ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ മുട്ട കൊണ്ട് നല്ലൊരു വിഭവം ഉണ്ടാക്കാൻ പോവുകയാണ്. അത് നമുക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഒരു 4 മുട്ട എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 4 തക്കാളി, 2 ചെറുതും 2 സാമാന്യം ഉള്ളൊരു തക്കാളി വെച്ചിട്ടുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, മീഡിയം സൈസ് 2 സവാള തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഒരു ചെറിയ അല്ലി വെളുത്തുള്ളിയുണ്ട്. നമുക്ക് ബാക്കി കാണാം. നമ്മളിവിടെ എടുത്ത് വെച്ചിരുന്നതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ 2 സവാള അത് നന്നായിട്ട് നീളത്തിൽ അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി എല്ലാം നമ്മൾ നേരിയതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഞാൻ ചട്ടി കുത്തി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് ജീരകം, സാധാരണ ജീരകമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ജീരകം ഒന്ന് പൊട്ടുമ്പോൾ ജീരകം പൊട്ടി നമുക്കതിലേക്ക് ഓരോന്നായിട്ട് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ആദ്യം സവാള ഇടുന്നു. ആദ്യം ഇന്നത് ഇടണം നിർബന്ധമൊന്നുമില്ല. ആദ്യമേ പച്ചമുളക് ഇട്ടാൽ പൊട്ടിത്തെറിക്കും. പച്ചമുളകിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. അതുകൊണ്ട് ഞാൻ ഉള്ളി ഇട്ടുന്നുള്ളൂ. എല്ലാം ഒക്കെ ഒരുമിച്ചിടുകയാണ്. ടൊമാറ്റോ ഒഴിച്ച് ബാക്കിയെല്ലാം ഇടുകയാണ്. ഇതൊന്ന് മുക്കട്ടെ. ആവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് നോക്കണം, ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഇടാം. ആദ്യമേ കുറച്ചിടുകയല്ലേ നല്ലത്. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഞാൻ അപ്പോഴും തന്നെ അതിലേക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വെന്ത് നന്നായിട്ട് മിക്സ് ആവണം. അടച്ചു വയ്ക്കാം. ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2 നുള്ള് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് നമുക്ക് അല്പം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഒരു ടീസ്പൂൺ 1.25 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. എരിവ് അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ചിടുക. അത് 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട് അരിഞ്ഞ്. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ഗ്ലാസ് വെള്ളം, സാധാരണ ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം. വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. നമ്മൾ പുഴുങ്ങി വെച്ച മുട്ട, ആ 4 മുട്ട ഞാൻ 2ആയിട്ട് മുറിച്ച് വെച്ചിരിക്കുകയാണ്. ഇനി ഈ കറി നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ മുട്ട ഇതിലോട്ട് ഇടാം. നന്നായിട്ട് തിളച്ചു. ഞാനിവിടെ ഫ്ലെയിം ഓഫ് ചെയ്തു. മുട്ട മസാല ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. ചപ്പാത്തിക്കും അപ്പത്തിനും ദോശയ്ക്കും എല്ലാത്തിനും നല്ലതാണ്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇത്ര നേരം കണ്ടതിൽ എല്ലാവർക്കും നന്ദി, നമസ്കാരം.